അന്ന പ്രസാദ് എന്ന ഡാൻസറിനെ ഡി4 ഡാൻസ് പ്രോഗ്രാം കണ്ടവർക്കൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന മുഖമല്ല. കാരണം അത്രയ്ക്കും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു അന്ന. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിയുടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് വളരെ വൈറലായിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ വളരെ വൾഗറായിട്ടാണ് ഇപ്പോൾ പുള്ളിക്കാരിയുടെ വീഡിയോ ക്ലിപ്സ് എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓൺലൈൻ മീഡിയാസ് എന്തിനാണ് ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ വായിക്കുമ്പോൾ സത്യം പറയാമല്ലോ, അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത്. മുൻനിരയിലുള്ള ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ ആരും പ്രതികരിക്കാത്തത് കണ്ടപ്പോഴാണ് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ വയ്യ. നമുക്ക് ചുറ്റും ഇത്രമാത്രം വൃത്തികെട്ട ചിന്താഗതികളുമായി കൊണ്ടുനടക്കുന്ന മനുഷ്യന്മാർ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറയാമല്ലോ, അവരെയൊന്നും മനുഷ്യന്മാർ എന്നല്ല വിളിക്കേണ്ടത്, മൃഗങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡാൻസ് പെർഫോമൻസിനെ ആ ഒരു രീതിയിൽ കാണാതെ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം ചോയ്ന്നു കാണുന്ന എക്സ്റേ കണ്ണുകളുള്ള ആളുകളാണ് ചില ആളുകൾ. അന്നയുടെ മുഴുവൻ പെർഫോമൻസ് കണ്ടവർക്കറിയാം, അന്ന കോസ്റ്റ്യൂമിന്റെ താഴെ സ്കിൻ കളറിലുള്ള ഒരു ഫുൾ ഡ്രസ് തന്നെ വേറെ ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്കിൻ ഡ്രസ്സിന്റെ മുകളിലായിരുന്നു പുള്ളിക്കാരി മറ്റുള്ള കോസ്റ്റ്യൂംസ് എല്ലാം ഇട്ടിരുന്നത്. നിങ്ങൾ ഈ ഇട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആ നീയൽ പുള്ളിക്കാരിയുടെ ശരീരമല്ല, അത് ഉള്ളിലെ വസ്ത്രമാണ്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും പബ്ലിക്കായി, അതും ഡാൻസ് പോലെയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ വേണ്ടി പുള്ളിക്കാരി പാൻറ്റീസ് ഒന്നും ഇടാതെ വരുമെന്ന്? എന്തിനാണ് അനാവശ്യമായ കമന്റുകളെല്ലാം ഇട്ട് ആ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഇട്ടുകൊടുക്കുന്നത്? തീർച്ചയായിട്ടും പബ്ലിക്കായി ഒരു ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അതിനുള്ള ഫുൾ പ്രൊട്ടക്ഷൻ അവർ കരുതിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഒരു നല്ല കിടിലം ഡാൻസ് പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിക്കാരി കാഴ്ചവെച്ചിരുന്നത്. ഒരു വലിയ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം മാത്രം, അതും പിന്നിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പിന്റെ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് സൂം ചെയ്തിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ്ങിനായി ഇട്ടുകൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയാസ് അവിടെ പോയിട്ട് ഇവരെ വളർത്താനാണോ തകർക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയാസിനോട് ശരിക്കും പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ഈ വിഷയം മറ്റുള്ള യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും എടുക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഒട്ടും വയ്യാതിരുന്നിട്ട് പോലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഒരുപാട് ലിമിറ്റ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതുപോലെയുള്ള വൾഗർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയാസ് ഒന്ന് ചിന്തിക്കണം, നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഉണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ അത് ഒപ്പിപ്പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ഒരാളുടെ ജീവിതം തകർക്കരുത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.